അയ്യപ്പന്റെ മുന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി മോഷ്ടിച്ചു പോയ സ്വർണം ഇപ്പോൾ ഗോവർദ്ധന് വിറ്റിരുന്നു. ആ ഗോവർദ്ധന് വിറ്റ പോറ്റി വിറ്റ സ്വർണം കണ്ടെത്തിയിരിക്കുന്നു. ഹരി, നിർണായകമായ വിവരമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെത്തിയിരിക്കുന്നു. വിറ്റ സ്വർണം 59 പവനും കണ്ടെത്തിയെന്നാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ കേസിലെ തൊണ്ടി മുതൽ റിക്കവർ ചെയ്തിരിക്കുന്നു, വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളത്. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ റോഡം ജ്വല്ലറിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഈ സ്വർണം കണ്ടെത്തിയിരിക്കുന്നത്. ആ വിവരപ്രകാരം ഇപ്പോൾ പൂർണ്ണമായിട്ടും സ്വർണം റിക്കവർ ചെയ്യാൻ സാധിച്ചു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. അത് സ്വർണ്ണക്കട്ടികളുടെ രൂപത്തിലായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് കൈമാറിയിട്ടുള്ള സ്വർണ്ണക്കട്ടികളുടെ രൂപത്തിൽ ആണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടെടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചത്. അതിൽ ഗോവർദ്ധന്റെ മൊഴിയും വളരെ നിർണായകമായിരുന്നു. ആ സ്വർണം വീണ്ടെടുക്കുന്ന സമയത്ത് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളെ അവിടെ എത്തിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ സ്വർണം വീണ്ടെടുത്തത്. അത് രേഖകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഇനിയിപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിലെ സ്വർണം കൂടി വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ ഈ കേസിലെ തൊണ്ടി മുതൽ ഏറെക്കുറെ പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം.